എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നമ്മുടെ പുതിയൊരിലേക്ക് വീണ്ടും സ്വാഗതം. ഇത് ഫുട്ബോൾ ലോകം. യുവേഫ നേഷൻസ് ലീഗിലെ ഫൈനൽ മത്സരം ഇന്ത്യൻ സമയം ഇന്നലെ രാത്രി 12:30 നടന്നത്. പോർച്ചുഗലും അതുപോലെ തന്നെ സ്പെയിനുമായിരുന്നു ഫൈനൽ മത്സരത്തിൽ ഏറ്റുമുട്ടിയത്. എന്തായാലും ഏത് ടീമായിരിക്കും വിജയിക്കുക എന്നത് നമുക്ക് പ്രവചിക്കാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു കാര്യങ്ങൾ. കാരണം ഫ്രാൻസിനെ 4-നെതിരെ 5 ഗോളുകൾക്ക് തകർത്തുകൊണ്ടായിരുന്നു സ്പെയിൻ ഫൈനലിലേക്ക് മുന്നേറിയത്. പോർച്ചുഗലിന്റെ കാര്യം പരിശോധിക്കുകയാണെങ്കിൽ ജർമ്മനിക്കെതിരെ 1 ഗോളിന് പിറകിൽ നിന്ന ശേഷം 2 ഗോളുകൾ തിരിച്ചടിച്ചുകൊണ്ടാണ് പിന്നീട് പോർച്ചുഗൽ ഫൈനലിലേക്ക് മുന്നേറിയത്. അതുകൊണ്ട് തന്നെ ആര് വിജയിക്കും എന്നത് പ്രവചിക്കാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു. എന്നാൽ ഇപ്പോൾ ഫൈനൽ മത്സരം പൂർത്തിയാകുമ്പോൾ സ്പെയിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഇപ്പോൾ പോർച്ചുഗൽ യുവേഫ നേഷൻസ് ലീഗിലെ കിരീട ജേതാക്കളായി മാറിയിരിക്കുകയാണ്. പെനാൽറ്റി ഷൂട്ടൗട്ടിലാണ് ഇപ്പോൾ വിജയിച്ചു കയറിയത് പോർച്ചുഗൽ എന്നതും എടുത്തു പറയേണ്ട മറ്റൊരു സംഗതി കൂടിയാണ്. എന്തായാലും നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം. അതിനു മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ഒന്ന് കാണുന്നുണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. നമ്മുടെ ചാനൽ 1K എത്താനായി ഇനി മിതമായ സബ്സ്ക്രൈബേഴ്സ് കൂടെ മതി. അതുകൊണ്ട് തന്നെ പറ്റുന്നവരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. എന്നാൽ യുവേഫ നേഷൻസ് ലീഗിലെ കിരീട ജേതാക്കളായി മാറിയിരിക്കുകയാണ് നിലവിൽ പോർച്ചുഗൽ. പെനാൽറ്റി ഷൂട്ടൗട്ടിലാണ് ഇപ്പോൾ പോർച്ചുഗൽ വിജയിച്ച് കയറിയിട്ടുള്ളത്. എന്നാലും ആദ്യത്തെ 90 മിനിറ്റിലെ കാര്യം പരിശോധിക്കുകയാണെങ്കിൽ ഇരു ടീമുകളും 2 ഗോളുകൾ വീതം നേടി. 21-ാം മിനിറ്റിൽ സ്പെയിൻ ആയിരുന്നു ആദ്യം മുന്നിലെത്തിയത്. പിന്നീട് 45-ാം മിനിറ്റിലും സ്പെയിൻ വലകുലിക്കുന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. കൂടാതെ 26-ാം മിനിറ്റിൽ പോർച്ചുഗലിന് വേണ്ടി ന്യൂനോ മെൻഡസ് ഗോൾ നേടിയെന്നതും എടുത്തു പറയേണ്ട മറ്റൊരു സംഗതി കൂടിയായിരുന്നു. അങ്ങനെ ആദ്യ പകുതി അവസാനിക്കുമ്പോൾ സ്പെയിൻ 1-നെതിരെ 2 ഗോളുകൾക്ക് മുന്നിലായിരുന്നു. പിന്നീടാണ് 61-ാം മിനിറ്റിൽ രക്ഷകനായി വീണ്ടും ക്രിസ്ത്യാനോ റൊണാൾഡോ അവതരിച്ചത്. അവിടെ റൊണാൾഡോ 61-ാം മിനിറ്റിൽ വലകുലുക്കി. അങ്ങനെ മത്സരം 2-2 സമനിലയിലായിരുന്നു കലാശിച്ചത്. പിന്നീട് എക്സ്ട്രാ ടൈമിലേക്കൊക്കെ മത്സരങ്ങൾ നീണ്ടെങ്കിൽ പോലും ഇരു ടീമുകൾക്കും ഗോളൊന്നും കണ്ടെത്താൻ സാധിച്ചില്ല. പിന്നീടാണ് പെനാൽറ്റി ഷൂട്ടൗട്ടിലേക്ക് കാര്യങ്ങൾ പോയത്. പെനാൽറ്റി ഷൂട്ടൗട്ടിൽ 3-നെതിരെ 5 ഗോളുകൾക്ക് വിജയിച്ചുകൊണ്ടാണ് ഇപ്പോൾ പോർച്ചുഗൽ വിജയിച്ച് കയറിയിട്ടുള്ളത്. എന്തായാലും പെനാൽറ്റി ഷൂട്ടൗട്ടിൽ വിജയിക്കാൻ സാധിച്ചു എന്നതാണ് ഇപ്പോൾ പോർച്ചുഗലിനെ സംബന്ധിച്ച് സന്തോഷം നൽകുന്ന മറ്റൊരു കാര്യമെന്ന് പറയുന്നത്. എന്തായാലും ഇപ്പോൾ CR7 കഴിഞ്ഞ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരുന്നു പോർച്ചുഗലിനായി കിരീടം നേടിയിട്ട് കുറേ നാളുകളായി എന്നുള്ളൊരു കാര്യം. അതിനുവേണ്ടി ഇന്നത്തെ മത്സരത്തിൽ പരിശ്രമിക്കും എന്നുള്ളൊരു കാര്യം അദ്ദേഹം എടുത്തു പറഞ്ഞിരുന്നു. എന്തായാലും അദ്ദേഹം അതിലേക്ക് എത്തിയിരിക്കുകയാണ്. എന്തായാലും പോർച്ചുഗൽ ഇപ്പോൾ കിരീട ജേതാക്കളായി മാറിയിരിക്കുന്നു എന്നതാണ് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം. എന്തായാലും പോർച്ചുഗലിൻ്റെ ആരാധകർക്കും CR7 ആരാധകർക്കും സന്തോഷം നൽകുന്ന ഒരു കാര്യം തന്നെയാണ് ഇപ്പോൾ പോർച്ചുഗൽ യുവേഫ നേഷൻസ് ലീഗിലെ കിരീട ജേതാക്കളായി മാറിയിരിക്കുന്ന ഒരു കാര്യം. എന്തായാലും ഇനിയും പോർച്ചുഗലിന് FIFA വേൾഡ് കപ്പിന് ക്വാളിഫയർ മത്സരമൊക്കെ വരുന്നുണ്ട് എന്നതും എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം കൂടിയാണ്.